Oh ya bala hasala husula batala hasala basala buza. Ya Allah habibi. So good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട് സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ആവേശം പടം എവിടെ ഇருக்கு നിങ്ങൾ பார்த்தாச்சா சொல்லுங்க കമൻറ്റ് സെക്ഷനിൽ. എനിക്ക് തോന്നിയ ചില പരിപാടികളൊക്കെ ഞാൻ പറയാം. ആവേശം കാണാൻ ഞാൻ ഭയങ്കര ആവേശത്തോട് കൂടിയിട്ടാണ് ഓടി തിയേറ്ററിലേക്ക് ചെല്ലുന്നത്. പടം കഴിഞ്ഞ് ഇറങ്ങി വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിലും ആ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി വിട്ട് മാറിയിട്ടില്ല. അടിപൊളി, ഗംഭീരം, വേറെ വൈബ് പടം. ഇതാണ് ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് എനിക്ക് വളരെ ഷോർട്ടായിട്ട് പറയാനുള്ളത്. നിങ്ങൾ പരമാവധി ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുത്. കാരണം അത്രയ്ക്കും എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ളൊരു സിനിമയാണ് ആവേശം. പിന്നെ ഫഹദ് ഫാസിലൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന, ഞാൻ പുള്ളിക്കാരനെ കണ്ടില്ല. എവിടെ ഫഹദ് ഫാസിൽ? ഇത് ഫഹദ് ഫാസിലിൻ്റെ ചായയുള്ള ഏതൊരു ചങ്ങായി അഭിനയിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് തനി രംഗം കുട്ടിയാണിത്. പെർഫെക്ഷൻ, അസാധ്യം ഗംഭീരമായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ആ നടത്തമായിക്കോട്ടെ, ഇരുത്തായിക്കോട്ടെ, നോട്ടമായിക്കോട്ടെ, നിൽക്കലായിക്കോട്ടെ, എവ്രിത്തിങ്. എന്താ സ്റ്റൈല്, എന്താ സ്വാഗ്. പുള്ളീനെ ഏത് സൈഡിൽ നിന്ന് ഷോട്ട് വെച്ച് കഴിഞ്ഞാലും പുള്ളി വേറെ റേഞ്ച് ലുക്കാണ് സംഭവം. ഇതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം പറയാം. പുള്ളി ഇതിൻ്റെ അകത്ത് നമ്മളെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, തമാശ ഫൺ എലമെൻ്റൊക്കെ ആക്ച്വലി ഉണ്ട്. ബട്ട് സംടൈംസ് മൂപ്പര് ഭയങ്കരമായിട്ട് സീരിയസ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ മൂപ്പരുടെ കണ്ണും ബോഡി ലാംഗ്വേജൊക്കെ കാണുന്ന സമയത്താണ് നമ്മൾ ഭയങ്കരമായിട്ട് കൺവിൻസ്ഡ് ആവുന്നുണ്ട്. ആ ഒരു മാസ് കൺവിൻസ്ഡ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു പവർ നമുക്ക് ഭയങ്കരമായിട്ട് കൺവിൻസ്ഡ് ആവുന്നുണ്ട്. സോ അതെനിക്ക് ഭയങ്കര എന്താ പറയുക, രസമായിട്ട് ആക്ച്വലി തോന്നി. ഭയങ്കരമായിട്ടൊരു പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറുമായിട്ട് നമുക്കൊരു കണക്ട് കിട്ടി എന്നുള്ളതാണ് സംഭവം. ഓവറോൾ കൊള്ളാം. പിന്നെ പുള്ളിയുടെ ഫിസിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ബോഡി ഷേമിംഗ് ഒന്നുമല്ല, ഞാൻ പുള്ളിയുടെ ഒരു ക്വാളിറ്റി ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ. പുള്ളിയുടെ ഒരു ഫിസിക്കിനെ കുറിച്ചിട്ട്, പുള്ളി എന്താണ് വലിയ ശരീരമുള്ള ഒരാളൊന്നുമല്ല, അല്ലെങ്കിൽ ഭയങ്കര സിക്സ് പാക്ക് ഉള്ള ഒരാളൊന്നും അല്ല. വളരെ എന്താ പറയുക, സ്ലിം ആയിട്ടുള്ള ഒരു ബോഡി ടൈപ്പുള്ളൊരു ആള്. ഓക്കെ, പക്ഷേ പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറി, പുള്ളിയുടെ ആ ഒരു കണ്ണ്, ഈ ഒരു പരിപാടി മാത്രം വെച്ചിട്ടാണ് പുള്ളി ഇജാതി പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. ഓക്കെ, അത് ഇതിനു മുമ്പ് ഞാൻ സെയിം കാര്യം ഫഹദ് ഫാസിലിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളിക്കൊക്കെ ഏത് കൈൻഡ് ഓഫ് റോള് വേണമെന്നുണ്ടെങ്കിലും സുഖമായി അടിപൊളിയായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞില്ല, നമ്മൾ ഫഹദ് ഫാസിലിനെ കാണുന്നില്ല. കംപ്ലീറ്റ്ലി രംഗയാണ് പുള്ളി രംഗ എഫക്ടറാണ്. പിന്നെ അത് സ്പോയിലർ ആവുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് പറയാം. ഈ സിനിമയുടെ ഏറ്റവും അവസാനം കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സിനിമയുടെ ഒക്കെ അവസാനമൊക്കെ ആവുന്ന സമയത്ത് പുള്ളിയുടെ ചില പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, പുള്ളി തല്ലൊന്നുമില്ല. അയാളുടേതായിട്ടുള്ള ഒരു കാരണമൊക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷെ അയാൾ ലാസ്റ്റ് ചെയ്ത ഒരു, ഞാൻ സ്പോയിലറാണ്, കണ്ടിട്ടുള്ള ആൾക്കാർ മാത്രം ഇവിടെ അങ്ങോട്ട് കണ്ടാൽ മതി. ചെറുതായിട്ടൊന്ന് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഇവിടെ അങ്ങോട്ട് വീഡിയോ കണ്ടോ. എനിക്ക് പറയാതിരിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു രംഗമാണ്. നേരത്തെ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്, സ്പോയിലർ ഉണ്ട്. ഓക്കെ, സ്പോയിലർ ആണോ എന്നറിയില്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറയാം. എനിക്ക് ലൈക്ക് ഇതിൻ്റെ അകത്ത് പുള്ളി തല്ലില്ല എന്നുള്ള രീതിയിലുള്ളൊരു, അയാളുടേതായ കാരണമാണ്. അങ്ങനെയാണ് അയാൾ ഇങ്ങനെ അവസാനം വരെ പോകുന്നത്. അവസാനം അയാൾക്ക് തല്ലേണ്ട ഒരു സാഹചര്യം ആക്ച്വലി ഉണ്ടാവും. അത് ഗംഭീര സാഹചര്യമാണ്, നല്ല രസമുള്ളൊരു സാഹചര്യമാണ് അത്. അതിൽ കുറേ നല്ല ഫൺ മൊമെൻ്റ് ഒക്കെ ആക്ച്വലി ഉണ്ട്. ബട്ട് അവസാനം ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ഒരുപാട് ആളുകളൊക്കെ വരുന്ന സമയത്ത് അത്രയും ആളുകളെ തല്ലുന്നൊരു സീനാണ്. അത് കിടിലൻ കോറിയോഗ്രാഫി ആയിരുന്നു. ആൻഡ് അത് ഫഹദ് എല്ലാവരും അടിച്ച് പൊളിക്കുന്ന സമയത്ത് നമുക്കിത് ഇതെന്താണ് ഒരാൾ 10-15 പേരെയൊക്കെ പിടിച്ച് തല്ലുന്നത്, അങ്ങനെ ഒരു ഫീൽ ആക്ച്വലി തോന്നിയിട്ടില്ല. സാധാരണ അങ്ങനെ ഒരാൾ 10-15 പേരെയൊക്കെ പിടിച്ച് തല്ലുന്ന സമയത്ത് നമുക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നില്ല, ബോറടിക്കും. ഓക്കെ, ഇന്നത്തെ കാലത്തൊക്കെ നമുക്ക് ബോറടിക്കും. പക്ഷെ ഇത് ഫഹദ് എന്ന് പറയുന്നൊരു നടൻ ചെയ്തതുകൊണ്ടും അത് പുള്ളിക്ക് ഗംഭീരമായിട്ട് സ്യൂട്ട് ആവുന്നതുകൊണ്ടും പിന്നെ ആ ഒരു കോറിയോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും ഗംഭീരമായതുകൊണ്ടും ഒക്കെ നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കത് അടിപൊളിയായിട്ട് ആക്ച്വലി വളരെ മാസമായിട്ടൊക്കെ തന്നെയാണ് തോന്നിയത്. അതാണ് രംഗണ്ണൻ എന്നുള്ളൊരു മൂഡാണ് നമുക്ക് ആക്ച്വലി തോന്നിയത്. അത് തുടക്കം തൊട്ടേ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ അങ്ങനെ ബിൽഡ് ചെയ്ത് നമ്മളെ കൺവിൻസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അവസാനം നമുക്ക് ആ ഒരു ഫൈറ്റും ഭയങ്കരമായിട്ട് കണക്ട് ആവാനും അത് നമുക്ക് വിശ്വസനീയമായിട്ടൊക്കെ തോന്നി. ഇപ്പം ഞാനത് മറ്റേ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, RDX സിനിമയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മറ്റേ
കോളനിയിൽ നടന്ന ഫൈറ്റ്, ആ ഫൈറ്റ് എങ്ങനെ അവർ ഷൂട്ട് ചെയ്താവോ അത് കിട്ടിലും ഫൈറ്റ് ആയിരുന്നു. അതിലെന്താണ് കുറേ ആൾക്കാർ ഈ 3 പേര് ചേർന്ന് അടിക്കുന്ന ഒരു സാധനം, അത് കറാട്ടെ ഉപയോഗിക്കുന്നു അല്ലേ, പല ആൾക്കാർക്കും പല സ്കില്ലാണ്. പക്ഷെ എന്നാൽ പോലും അത് അതിൻ്റെ ആ കോറിയോഗ്രാഫിയുടെ ഒരു ഗുണവും പിന്നെ ഈ 3 പേര് അത്രയും പെടയായിട്ട് അതിൻ്റെ അകത്ത് പെർഫോം ചെയ്തതുകൊണ്ടും ഒക്കെയാണ് നമുക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നിയത്. സോ ആ പാർട്ടൊക്കെ അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. മേക്കിംഗ് കൊണ്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ ഹെവി സാധനം. അപ്പം മൊത്തത്തിൽ ആവേശം എന്ന് പറയുന്നത് ഗംഭീര സിനിമ. ഞാൻ എന്തായാലും ഒരു തവണയും കൂടിയും ഈ ഒരു സിനിമ പോയി കാണുന്നതായിരിക്കും. ചില സിനിമകളൊക്കെ അങ്ങനെയാണ്, ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് ഇത്രയും പെട്ടെന്നൊന്നും തീരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. ഇപ്പോൾ അങ്ങനത്തെ ഒരുപാട് സിനിമകളൊക്കെ ആക്ച്വലി ഇറങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത് ഇറങ്ങിയതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രേമലു അത്തരത്തിലുള്ളൊരു കൈൻഡ് ഓഫ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പടം ആ പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് വിഷമല്ല തോന്നിയത്, പക്ഷേ ഇത് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. കാരണം അങ്ങനെ വൈബ് സമ്മാനിച്ച അത്രയും എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ളൊരു സിനിമയായിരുന്നു പ്രേമലു. അപ്പോൾ അതേപോലൊരു കൈൻഡ് ഓഫ് സിനിമയാണ് ആവേശം. എനിക്കിതിൻ്റെ അകത്തുള്ള കഥാസന്ദർഭമായിക്കോട്ടെ അല്ലെങ്കിൽ എവറിത്തിങ്, ഫഹദിൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, ഇതെല്ലാം എന്നെ ഒരുപാട് ആകർഷിച്ചു. ഈ പടം കഴിയാറായപ്പോൾ തന്നെ ഇത് കുറച്ചും കൂടി അങ്ങ് മുമ്പോട്ട് പോയാൽ എന്നുള്ളൊരു ചിന്തയൊക്കെ എൻ്റെ വന്നു. കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിലും എനിക്ക് പിന്നെയും ഇത് ബാക്കി ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നൊക്കെ തോന്നിയതാണ്. ഇനി ഇതിൻ്റെ 2ാം ഭാഗം വരുമോ ഇല്ല എന്നുള്ളത് അറിയില്ല, അവർക്ക് ഇറക്കാൻ ഉദ്ദേശം ഉണ്ടോ എന്ന് അറിയില്ല. വന്നു കഴിഞ്ഞാലും നന്നായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ആക്ച്വലി എനിക്ക് ഉണ്ട്. അത് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കണ്ടിട്ട് തന്നെ മതിയായില്ല, അതുകൊണ്ടാണ് 2ാമത്തെ ഭാഗം കാണാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് രോമാഞ്ചത്തിനെക്കാട്ടിലും കൂടുതൽ ഈ സിനിമ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. രണ്ടിനും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യില്ല, സിനിമകളെ ഞാൻ കമ്പയർ ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ സെയിം ഡയറക്ടറിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. രോമാഞ്ചത്തിനെക്കാട്ടിലും എനിക്കിത് ഭയങ്കരമായിട്ട് വർക്കായി. അതിനെക്കാട്ടിലും എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഇതിന് ആക്ച്വലി ഉണ്ട്. ആ സിനിമ പിന്നെ OTT വന്ന സമയത്ത് കുറച്ച് നെഗൊക്കെ വന്നു. ബട്ട് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ഞാൻ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഇത് OTT വന്നു കഴിഞ്ഞാലും ആളുകൾക്ക് ഇഷ്ടപ്പെടും, ആളുകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധ്യതയല്ല, എൻജോയ് ചെയ്യും, അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതങ്ങനെയാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫഹദിനെ കുറിച്ച് മാത്രമല്ല, ഫഹദിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളുകളാണെങ്കിലും മറ്റേ സജിൻ, രോമാഞ്ചത്തിലെ സജിൻ അടിപൊളിയായിട്ട് ചെയ്തിട്ട് പുള്ളി നല്ല രസമാണ്. പുള്ളിയുടെ ബോഡി ലാംഗ്വേജ്, പുള്ളിയുടെ ഡയലോഗ് അല്ലെങ്കിൽ പുള്ളിയുടെ കണ്ണൊക്കെ കാണാൻ നല്ല രസമാണ്. പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ആരാണ്, പിന്നെ നമ്മുടെ ഹിപ്സ്റ്റർ ഉണ്ട്, ഹിപ്സ്റ്ററും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടെയുള്ള പുള്ളിക്കാരൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ഐ എം സോറി. കൂടെ ഉണ്ടായിരുന്ന 2 പിള്ളേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ ആവേശം അടിപൊളി സിനിമ, അതിഗംഭീര സിനിമ, ഉഷാർ സിനിമ. അപ്പോൾ ഈ മലയാള സിനിമ നമുക്കറിയാം 2024 കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങുന്ന സിനിമകളൊക്കെ അടുപ്പിച്ച് ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല കാര്യം. പടപടയെന്ന് പറഞ്ഞ് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇറങ്ങുന്ന സിനിമകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതി മലയാള സിനിമയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റട്ടെ. അത് തന്നെയാണ് നമ്മൾ പ്രേക്ഷകർക്കും ആഗ്രഹം. കാരണം നമ്മൾ ഇപ്പോൾ തിയേറ്ററിലേക്ക് ആളുകൾ പോകാൻ തുടങ്ങി, നല്ല നല്ല സിനിമകൾ വരാൻ തുടങ്ങി, ഇപ്പോൾ അടുപ്പിച്ച് വരാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്കൊരു വിശ്വാസമായി, സിനിമയോടും തിയേറ്റേഴ്സിനോടൊക്കെ വിശ്വാസമായപ്പോഴാണ് ഇപ്പോൾ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. കാരണം ഇറങ്ങുന്നൊക്കെ ഹിറ്റാവുകയാണ്, നല്ല അഭിപ്രായങ്ങൾ വരുന്നു. ആൾക്കാർക്കിപ്പോൾ എല്ലാവർക്കും അവിടെ നിന്ന് ഇറങ്ങാൻ സമയമില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ 3 മണിക്കൂറൊക്കെ ആൾക്കാർ പോയിരിക്കുന്നതല്ല, പൈസ പോയി, നല്ലതാണെങ്കിലും കെട്ടതാണെങ്കിലും. പക്ഷേ 3 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടണം സിനിമ, എന്നാൽ മാത്രമേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. സോ അത്തരത്തിൽ നോക്കുമ്പോൾ എല്ലാ പടങ്ങളും ഇപ്പോൾ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. എല്ലാം 2024 ഇറങ്ങിയ ഒട്ടുമിക്ക പടങ്ങളും ഹിറ്റായിരുന്നു. ഇറ്റ്സ് ഗുഡ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയതെല്ലാം അടിപൊളിയായില്ലേ, വർഷങ്ങൾക്ക് ശേഷമായിക്കോട്ടെ. ഇപ്പോൾ എന്താ പറയുക, ഈ ആവേശമായിക്കോട്ടെ, ആൻഡ് ജയ് ഗണേഷും പോസിറ്റീവ് റെസ്പോൺസ് ചെറുതായിട്ടൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്തായാലും നാളെ മറ്റന്നാളെ പോയി കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് വന്നിട്ട് സംസാരിക്കുന്നതായിരിക്കും. സോ എനിവേസ് ആവേശം, ഐ എം സോറി, ഇതിൽ ഞാൻ സ്പോയിലറായിട്ട് പറയാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ ആ ഫൈറ്റിൻ്റെ സീനെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഫൈറ്റ് സീൻ. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ സ്പോയിലറായിട്ട് കൺസിഡർ ചെയ്യൊന്നും വേണ്ട, നിങ്ങൾക്ക് ഓൾറെഡി അറിയുമായിരിക്കും. പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടർ സിനിമ തീരണ വരെ ആരെയും തല്ലാതിരിക്കുകയൊന്നും ഇല്ല, മനസ്സിലായില്ലേ? അത് എല്ലാ ആൾക്കാർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. RDXൽ പിന്നെ ബാബു ആൻ്റണിക്ക് ചെറിയ പരിപാടി കിട്ടാൻ കാരണം അതിൽ പുള്ളി സൈഡ് കളിയാണ് കളിച്ചിരിക്കുന്നത്. മറ്റേ 3 പേരാണ് മെയിൻ കാസ്റ്റ്. അപ്പോൾ അവർക്കാണ് അതിൻ്റെ അകത്ത് മെയിൻ റോള്. സോ അതുകൊണ്ട് ബാബു ആൻ്റണിക്ക് ചെറുതായിട്ട് കൊടുത്തു എന്നുള്ള രീതിയിൽ നമുക്ക് വിചാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം. പക്ഷെ അന്ന് പ്രതീക്ഷിച്ചിരുന്നു, ബട്ട് ചെറുതായിട്ട് കൊടുത്തുള്ളൂ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ഫഹദാണല്ലോ മെയിൻലി ലീഡ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി തുടക്കം തൊട്ട് അവസാനം വരെ പുള്ളി തല്ലാതിരിക്കൊന്നുമില്ല. എന്തായാലും അവസാനം തല്ലേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അയാൾ തല്ലും. അങ്ങനെ ഒരു സീന് ഒബ്വിയസ്ലി ഗംഭീരമായിട്ട് എടുക്കും എന്നുള്ള കാര്യം പ്രേക്ഷകർക്കാണെങ്കിലും കാണുമ്പോൾ എനിക്ക് അറിയാമായിരുന്നു എന്തായാലും അടി സീന് വരുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ.
പിന്നെന്താണ്, മ്യൂസിക് ബേജാറാക്കി കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഉഷാറായിട്ടുണ്ട്. ഓ, അടിപൊളി അടിപൊളി മ്യൂസിക് ആയിരുന്നു ഇതിൻ്റെ അകത്ത്. അടിപൊളി സ്കോറാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി പറഞ്ഞിട്ട് മതിയാവുന്നില്ല. കിടിലൻ സിനിമ. എന്താ പറയുക, അയ്യോ, ബൈ ബൈ, ദാറ്റ്സ് ഇറ്റ്. ഫഹദ് ഫാസിൽ ഫാഫ. ആ കണ്ണട കിട്ടാൻ വല്ല വഴിയുണ്ടോ രംഗണ്ണ? രംഗണ്ണനെ പോലൊരാളുണ്ടെന്നുണ്ടെങ്കിൽ ഉഷാറായിട്ടാ. പക്ഷെ അതിൽ രംഗണ്ണനെ വെച്ചിട്ട് മറ്റേ ചെക്കന്മാർ ചെയ്ത പോലെയൊന്നും നമ്മൾ ചെയ്യില്ല, ബുദ്ധിയുള്ളവരത് ചെയ്യില്ല. ചെയ്യുന്ന ചെക്കന്മാരൊക്കെ ആക്ച്വലി ഉണ്ടാവും. പക്ഷെ ഞാൻ ആലോചിക്കുകയാണ്, രംഗണ്ണനെ പോലെ ഒരാൾ നമുക്ക് വേണം. രംഗണ്ണൻ വളരെ സിൻസിയറാണ്, വളരെ നൈസ് മനുഷ്യനാണ്. മൂപ്പരെയൊക്കെ സ്നേഹിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, മൂപ്പരെ പൈസ മാത്രം മോഹിക്കാണ്ടൊക്കെ അയാളുടെ കൂടെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ സ്വർഗമാണ്, സ്വർഗം. ഇപ്പോൾ തുടക്കം തന്നെ അല്ലേ, പറയുന്നില്ല ബാക്കി. ഓക്കെ, അടിപൊളി. അങ്ങേർക്ക് ചില ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. രംഗണ്ണൻ്റെതായിട്ടുള്ള ചില ദുഃഖങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അതും പക്ഷെ അത് തമാശ രൂപത്തിലേക്ക് വരും. മീൻസ് നമുക്ക് സങ്കടപ്പെടാനുള്ള ഒരു സമയം അതിൻ്റെ അകത്ത് ആ സിനിമയിൽ തരുന്നില്ല, മനസ്സിലായ? കംപ്ലീറ്റ്ലി എൻ്റർടൈൻമെൻറ്റ്. പക്ഷെ എന്നാലും അയാളുടെ ദുഃഖവും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളൊരു പരിപാടിയും കൂടിയിട്ടുണ്ട്. അത് ആ ക്യാരക്ടറിന് ഡെപ്ത് ഉണ്ട് ആക്ച്വലി, മനസ്സിലായ? വെറുതെ ഒരു മാസ് കോമഡി എന്നുള്ളൊരു സാധനമല്ല. അതുക്കും മേലെ. സോ ബൈ. രംഗണ്ണനക്ക് ഐലസ ഞറങ്ങാൻ ഇടുങ്കന.